ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇവന്മാർ അടുത്ത കളി സ്റ്റാർട്ട് ചെയ്തു. അതുകൊണ്ട് ഇവന്മാരിപ്പം ഞാൻ സ്പെക്കിരിക്കുക. രണ്ടിനും ഇവന്മാർ അടുത്ത കളി സ്റ്റാർട്ടാക്കും. KL08 ഞാൻ പറഞ്ഞാണെങ്കിൽ കാണുന്നില്ല. എവിടെ പോയാൽ ഉണ്ട്. ഗീവ് അവേ ഉണ്ടായിരിക്കുന്നതാണ് അമ്പതിൻ്റെ ഗീവ് അവേ. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പഞ്ചായത്ത് എനിക്കൊന്നും അടുപ്പിച്ചിട്ടില്ല. 51 സബ്സ്ക്രൈബേഴ്സ് അടുപ്പിച്ചെന്നാൽ 51 സബ്സ്ക്രൈബേഴ്സിന് 50ൻ്റെ റെഡിയും കോഡ് ഗീവ് അവേ. ഗീവ് അവേ മീൻസ് 48 പേരിലൊരു റൂം കളിക്കും. ഈ സ്പോർട്സ് അല്ല, വൺ ടാപ്പ് റൂം കളിക്കും. അതിനകത്ത് ഞാനും ഈ TK ലൂഫിയും സ്പെക്കിക്കും. എന്നിട്ട് അതിനകത്ത് ബൂയി അടിക്കുന്ന ഒരുത്താന് 50ൻ്റെ റെഡി കോഡ്. 50ൻ്റെ റെഡി കോഡ് എനിക്ക് അടിക്കണമെങ്കിൽ അവനെൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അവനെൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു തരണം. അപ്പം ഞാനും ഈ TK ലൂഫി സ്പോൺസർ ചെയ്ത 50ൻ്റെ റെഡിയും കോഡ് കൊടുക്കും. നിങ്ങളാലോചിക്കുക, 50 സബ്സ്ക്രൈബേഴ്സിനാണ് 50ൻ്റെ റെഡി. സാധാരണ എല്ലാ യൂട്യൂബേഴ്സും 1K 10K ഒക്കെ അടിക്കുമ്പോഴാണ് കൊടുക്കുന്നത്. ഈ റോഡ് ടു 51 സബ്സ്ക്രൈബേഴ്സ്, ഓൺലി 51 സബ്സ്ക്രൈബേഴ്സ്. നിങ്ങളത് മനസ്സിലാക്കുക. എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയും. ഇതിൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്താൽ ഇനി വരുന്ന ജീവിതത്തെക്കുറിച്ച് അറിയാൻ പറ്റും. എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ പേഴ്സണലി മെസ്സേജ് അയച്ചാൽ മതി. ടൂൾസൊക്കെ അറിയാൻ പറ്റും. പിന്നെ ക്യാരക്ടർ സ്കില്ലൊക്കെ ആയിരിക്കും റൂമിൽ മിക്കവാറും. ഞാനും ഇവനും കൂടെ ഡിസ്കസ് ചെയ്ത് സെറ്റ് ആയിക്കോളാം. പിന്നെ 1v2 റിയാക്ഷനൊക്കെ ഉണ്ടാകുന്നതാണ്. എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ TK സഞ്ജി ഒഫീഷ്യൽ എന്ന് പറയുന്ന അക്കൗണ്ടിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ ഇതൊക്കെ 1v2 റിയാക്ഷൻ ഉണ്ടാകുന്നതാണ്. 1v2 റിയാക്ഷൻ അല്ലെങ്കിൽ 1v3 1v4 2v4 3v6 നിങ്ങൾ പറയുന്ന കമൻറ്റ് ചെയ്യുന്ന മെസ്സേജ് അയച്ചാൽ അമ്പത് സബ്സ്ക്രൈബേഴ്സിലോട് 50 സബ്സ്ക്രൈബേഴ്സ് നിങ്ങളെല്ലാവരും കാണുക. നിങ്ങളെല്ലാവരും ഇത് കാണുക. നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഈ ഗിവ് അവേ ലോഡിങ്. Give away is loading to road to 51 subscribers. 51 സബ്സ്ക്രൈബേഴ്സ് അടിക്കുന്നതിൻ്റെ അന്ന് റൂമിട്ട് 48 പേരുമായിട്ട് കളിക്കും. എന്താ 48 പേരിൽ ബൂയി അടിക്കുന്ന ആൾക്ക് കൊടുക്കാൻ വന്ന 50ൻ്റെ റീഡിങ് കോഡാണ്. TK ലൂഫി എന്ന് പറയുന്ന ഈ ഒരു മഹാനാണ് കളിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് പേടിക ആവശ്യമൊന്നുമില്ല, റീഡിങ് കോഡ് കിട്ടും. അവർ ജസ്റ്റ് ഫോർ 51 സബ്സ്ക്രൈബേഴ്സ്
No 1K, no 10K, no 100K. Okay? Only for 100. മാലടം ടം മംഗലടം ടം മാട്ട് അടിക്കും മംഗലടം ടം പോലടം ഉമ്മക്കിട്ടം ടം into stealth mode. മംഗളടം ടം മംഗളടം ടം എൻ്റെ അമ്മാണ് അമ്മമാരൊന്ന് ചത്തായിരുന്നെങ്കിൽ കോടായിട്ട് കളിക്കായിരുന്നു. തൂക്കി ചുവന്നക്കാരോട് തൂക്കി ചുവന്ന കരങ്ങളോട് ഒരു കാര്യം നോക്കി തരാം. യൂട്യൂബ് ചാനൽ എടുക്കുക, എത്ര സബ്സ്ക്രൈബേഴ്സ് ആണ് നോക്കുക. 40 സബ്സ്ക്രൈബേഴ്സായി. ഒരു 11 സബ്സ്ക്രൈബേഴ്സ് നോക്കി ആലോചിക്കുക. 11 സബ്സ്ക്രൈബേഴ്സിനാണ് നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്നത്. വെറും 11 സബ്സ്ക്രൈബും കൂടെ അടിച്ചാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഗീവ് അവേ 50ൻ്റെ 36 വീഡിയോ ഇട്ടിട്ടുണ്ട്. 40 സബ്സ്ക്രൈബ് ഏതാ ലൈവ് ഇട്ട് റൂം കളിപ്പിച്ചായിരിക്കും വിന്നറിനെ സെലക്ട് ചെയ്യുന്നത്. പറ്റില്ല 40 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ഒരു ഈ രണ്ടന്മാർക്ക് പറയണ്ടേ. തൂക്കി ചുവന്ന കരങ്ങളോട് തൂക്കി ചുവന്ന കരങ്ങൾ തൂക്കി ചുവന്ന കരങ്ങളോട് തൂക്കി ഞാൻ നോക്കി. എനിക്കില്ലേ, എനിക്ക് 40 സബ്സ്ക്രൈബേഴ്സ് ആയി. 40 സബ്സ്ക്രൈബേഴ്സ് ആയി. ഇനി 11 സബ്സ്ക്രൈബേഴ്സും കൂടെ മതി ദീപാവലിക്ക്. എന്തൊരു ഈസി ആയിരുന്നു കളിക്ക്. ശരി, അപ്പൊ ഞങ്ങളെ ഡുവോ കളിച്ചിട്ടാണ്. സ്കോഡ് കളിക്കടാ, സ്കോഡ് കളിക്കാൻ
ആഘോഷേ സുൽത്താനെ സുജു ആ പറ 40 സബ്സ്ക്രൈബേഴ്സ് ആയി. ഏ 40 സബ്സ്ക്രൈബേഴ്സ് ആയി. ഒന്ന് പെട്ടെന്ന് തന്നെ എല്ലാരും That certainly is no reason. It's showtime. ഗൈസ് നിങ്ങൾ ഇത് കാണുക. എന്തോ കാക്കിനാട ഈ മലയാളി അറിഞ്ഞു. എനിക്ക് 2 കില്ല് കിട്ടിയാ ഞാൻ തോന്നുക. 2 കില്ല് കിട്ടിയാ ഞാൻ സുൽത്താന്റെ കണ്ണെങ്ങോട്ടാണ്? ഏ എന്റെ കണ്ണു ആദ്യം അങ്ങോട്ടായിരുന്നു. സുൽത്താനിന്റെ പിറകെ പോയതാ. സുൽത്താനെ അവന് ഉദ്ദേശിച്ച് മനസ്സിലായ? അവന് ഉദ്ദേശിച്ച് മനസ്സിലായ? I'll figure it ഓ out. Don't split head this. അയ്യോ നീയൊക്കെ എവിടെ? എവിടെ ഭീമാശക്തി ഇറങ്ങും ഞാൻ ഒബ്സർവേറ്ററിയില്. എനിക്ക് പറഞ്ഞ കേട്ടോ, ഞാൻ എന്തിനാ മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായില്ല. പറഞ്ഞ കേട്ടാ അത് കൊച്ചുള്ളവരായിരുന്നു. 8ാം ക്ലാസ് 8ാം ക്ലാസ്സിലാണെന്നും പറഞ്ഞ് കൊച്ചു. ഹൈസ്കൂൾ ആയില്ലല്ലോ. ഹൈസ്കൂളാണ്. ഇനി ആവത്തല്ലേ ഉള്ളു. ആയില്ല. നീ എത്ര എഴുതി ഷാജി എത്ര എഴുതി ഞാൻ 9ല് ലൂഫി എത്ര എഴുതി 10ല് ചീഫ് എത്ര എഴുതി 8ല്. ആ എടാ ബ്ലൂ സോൺ ഇറങ്ങി ഞാൻ ചത്തില്ല. നിങ്ങൾ രണ്ടേലും ചത്താ. സ്കോഡിന്റെ അടുത്ത് ചാറ്റാ പിന്നെ ചാവത്തില്ല. പിന്നെ ക്ലോക്ക് ടവർ ഇറങ്ങിയ ചാവത്തി. നമ്മള് ഫുൾ സ്കോഡിന്റെ അടുത്താണ് പോയി ഇറങ്ങിയത്. സുൽത്താനും ചാവും. Hang in there. Very close. സുൽത്താൻ അങ്ങനെ ഇങ്ങനൊന്നും ചാവത്തില്ല. ഇപ്പൊ ചാവത്തേ ഉള്ളൂ. മണ്ടേ കൂടെ കയറി വരും, സൈഡിൽ കൂടെ വരും, സൈഡിൽ കൂടെ വരും. ഇപ്പൊ സൈഡിൽ കൂടെ വരും. വൈപ്പ്. അയ്യോ 33 മൈനസ്. അയ്യോ എനിക്ക് 0 മൈനസ്. എനിക്ക് 1 മൈനസ് അടിച്ചാൽ ഞാൻ വീണ്ടും ഹീറോയ്ക്ക് 1 സ്റ്റാറിൽ പോകും. ഇല്ല ഞാനൊരു പ്രൊട്ടക്ഷൻ കാർഡ് വല്ല വാങ്ങിച്ചിടാൻ പറ്റും. അതായിരിക്കും നല്ലത്. ഞാനും അല്ലെങ്കിൽ ഞാൻ അധികം വൈകാതെ ഹീറോയ്ക്ക് 1 സ്റ്റാർ ആവും. ഇപ്പൊ വരാം. പെട്ടെന്ന് വന്ന് ഇതെന്തോ കാലയാണ്. സുൽത്താൻ പോയിട്ട് 4v4 ഉണ്ടോ? നമ്മക്കാരുണ്ട് സുൽത്താനെ പറ്റി സുൽത്താനെ ഒരു 4v4 കളിച്ചാലോ ചുമ്മാ? നമ്മളെ റൂമിട്ട് നിങ്ങൾ റൂം ഇത് സുൽത്താൻ ഇപ്പൊ വന്നിട്ട് ഒരു 4v4 എന്ന് പറയൂന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ നിന്റെ 4v4 സാത്താൻ വരണേ. സാത്താൻ വന്നത് 4ാമത്തെ ആളായി. നീ ഇമാരി ചതിച്ച പാട്ട് എന്നിട്ടാണ് ചീത്ത വിളിക്കാം. ഒന്നായ പാവപ്പെട്ടവര് ഇവരുടെ ചീത്ത വിളി ഏൽപ്പിക്കാതെ പോയേ. അജു റോബോട്ടിട്ട് വിളിച്ചാ വരുമോ? നിങ്ങൾ കളിക്ക് പോവല്ലേ? ഞാൻ വരും. നിങ്ങള് വരും. ഞാൻ റൂമിടാ എന്നല്ലേ. അവന്റെ പോയി പറഞ്ഞിട്ട് കളിക്കണമെന്നോ? ഫ്രണ്ട്ലി മാച്ച് ആണേ കേട്ടാ. പ്രശ്നമൊന്നും ചുമ്മാ ജസ്റ്റ് ടൈം പാസ്.
നമ്മളെ ഗിൽഡിൽ ഒരു മോസ്റ്റ് എന്നിട്ട് എന്റെയൊക്കെ ഇൻസ്പിറേഷൻ ആയ ഒരു പ്ലെയർ ഉണ്ട്. അപ്പൊ ആ പ്ലെയർ ഒക്കെ ഉണ്ട്. ഫോക്സാലേവാണ് ഇപ്പൊ ലൗറ. അയ്യ അവനൊന്നും കൊണ്ടുവരും, അവനൊക്കെ മണ്ട. നമ്മളൊക്കെ ഇത് വേറൊരു വിഷയമാണ്. ഈ പയ്യനെ എന്താ നോട്ടെ നിങ്ങൾ ഐ കെയും ഐ സാ ഐ ബുയ പി സി പൗളാണ്. നീ പോയി എടാ സെയിലി നീ ടി കെ നൂബിന്റെ പറ കളിച്ചാട്ടാക്കല്ലേ പറഞ്ഞിട്ടാ മാറ കൂടി അജ്മലിനെ കിട്ടാക്കാം. നമ്മൾ ഫ്രണ്ട്ലി മാച്ചാണ് കളിക്കുന്നത്. നൂപൻ എന്തിനാ അപ്പുറത്ത് പോയി കിടക്കുന്ന? വന്നില്ലേ? സ്പെക്ക് പോയി. ഹലോ സംതിങ് ഫിഷ്. Wow. മൂവ് എന്തിനാ തുള്ളി കളിക്കുന്നത്? അത് അപ്പുറത്തെ ടീമിൽ പോയി. ഞാമാരുടെ നൂബ് എന്തിനാ നൂബിയെ വയ്യേ. നമ്മളെ ഗിൽഡിൽ നിന്ന് രാമാരുടെ ഗിൽഡിന്റെ സ്കോഡിൽ വെച്ചാൽ അത്രയ്ക്കും വിവരം ബുദ്ധി ഇല്ലാത്ത ചെറുക്കനാടാ നൂബ്. എനിക്ക് അതിനുള്ള ബുദ്ധി കൊടുത്തിട്ടില്ല. അള്ളാഹു എലിമിനേറ്റ് ഞാമാര് നൂബ് കളി വിട്ടു കൊടുക്കോ? നിന്റെ ഗിൽഡിയുള്ളവരെ നീ വിളിച്ച അപ്പുറത്ത് ക്യാച്ച് എന്റെ ഗിൽഡിലൊരു ബുദ്ധിയില്ലാത്ത ചെറുക്കനെ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാന്? വിളിച്ചിട്ട് ഇവിടെ ടീം വെച്ച് പറഞ്ഞാണ് അവൻ അങ്ങോട്ട്. അവൻ വേണ്ട, വേറെ ആൾക്കാരെ റൂമിൽ. ഞങ്ങൾ ഇപ്പുറത്തെ സ്ലോട്ടിൽ നിൽക്കാം, നിങ്ങൾ അപ്പുറത്തെ സ്ലോട്ടിൽ. ഓക്കെ ഇനിമാര് വരുന്നില്ലേ? 4v4 കളിക്കാം. കളില്ല ഇപ്പൊ ലൗറ ഉണ്ടല്ലോ. വേണ്ട അവരെ കഴിയില്ല. അവരെ വിളിച്ചേ ഒരുമാതിരി അഴുക്കച്ചൊക്കെ അവന്റെ അടുത്ത് പറഞ്ഞ് റൂം ഇട്ടോ. അവന്റെ അടുത്ത് പറഞ്ഞ്
ഇന്നലെ കളിക്കുന്ന പ്ലേയേഴ്സാണ്. നമ്മള് കളി തോറ്റ് കിട്ടാൻ കിണ്ണാൻ കളിയാണ്. ഔറ പാർട്ണർ അടിച്ചിടാന്നേ ഉള്ളൂ. പക്ഷെ മറ്റേ നോട്ടെക്സ് PC പ്ലെയറാ നോട്ടെക്സ്. കുത്തിപ്പിടിക്കാൻ പറ്റത്തില്ല കാല, കുത്തിപ്പിടിയില്ല. വേണമെങ്കിൽ എൻഷൻ എടുത്ത് കുത്തി. റൂഫൊന്നും കയറില്ലേ, റൂഫൊന്നും കയറില്ല. എടാ ന്യൂബേ നിന്റെ മൈക്കൊന്ന് ഓഫാക്കി, നിന്റെ മൈക്കൊന്ന് ഓഫാക്കി. ന്യൂബിന്റെ മൈക്കിൽ ഭയങ്കര പൊക്കലില്ല, പൊക്കലില്ല. ഞാൻ മാത്രം എന്തിനാ, എന്താ വരാൻ ചാവാൻ. നോട്ടെക്സ് ന്യൂബ് ഏതാ ഒരു ഡാം ഫീലിംഗ് നമ്മൾ ടീമിലെ ഒരു പൊട്ടന്മാര് പോലും ഡാം കൊടുക്കില്ല. കളി തോട്ടറാ. നോട്ടെക്സ് ഒറ്റയ്ക്ക് 1v4 എടുക്കും നമ്മള്. ഒറ്റന്നെങ്കിലും 1v4 എടുക്കും. ഈ മാച്ചല്ലേ, കുഴപ്പമൊന്നുമില്ല. എങ്കിലും ഒരു 2, 3, 4 റൗണ്ടെങ്കിലും എടുക്കും. മിനിമം 3 റൗണ്ടെങ്കിലും എടുക്കണം. മിനിമം മാക്സിമം പോയാൽ കാലം പ്രൈമ അറിയൂടെ. എടാ ഇവ ഒത്തിക്കിടുമ്പോ ചെങ്ങാണ്ടോ ഞാൻ ഡാം കൊടുത്തു 49 ഡാം കൊടുത്തു കേട്ടോളാ. ചേട്ട കില്ലും എടുത്തു നീ. ലൂഫി 46 49 ഡാം കൊടുത്തു. എപ്പോഴേ കളിക്കൂല. കളി എടുത്ത പ്രൈം ലെവൽ 3 ബ്ലൂ ആളല്ല, ബ്ലൂ ആള്. ചേട്ടാ ഒറ്റയ്ക്കാണ് നമ്മൾ 1v3 എടുക്കും. ഫിനിഷാക്കി കളിക്കാ. തിരിച്ചാക്കാൻ നിന്നിട്ടാണ് അതിന്റെ തല ഉളക്കാൻ. പിന്നെങ്ങനാ PG പ്ലെയർമാര് 2 കൈ വെച്ചാ കളിക്കുന്നത്. 2 കൈയും 5 വിരലും. നമ്മളെന്തൊരു 5 കളിട്ട് കളിക്കുന്നത്. ഞാൻ 10 പേരിലേക്ക് കളിക്കാൻ കളിക്കുന്നത് PG പ്ലെയർക്ക്. മൂവ്മെന്റ് കിട്ടും. ചിലപ്പോ കാലും കൂടെ വെച്ച് കളിക്കും. 15 പൊന്നിനൂപ ടാബിൽ ഇങ്ങനെയാണ് കളിക്കുന്നത്. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഭയങ്കര കളി. ചെറുക്കന്റെ ഫോണിൽ വല്ലതും വരാൻ പറഞ്ഞാ പോരെ. വെറുതെ PC-യിലൊക്കെ വരാൻ. കാല പൊക്കല്ലേ, പൊക്കല്ലേ, കാല പൊക്കല്ലേ. അല്ല ഇങ്ങോട്ട് ഇടാൻ അമ്മച്ചി വിചാരിച്ചൊന്നും പൊക്കാൻ വന്നു. പിടിച്ചിക്കാൻ പറ്റത്തില്ല. ഇതിന്റെ മകത്ത് കയറാ, ഇതിനകത്ത് കയറാൻ ഫെയർ പ്ലെയർ ആടാ. നടന്നില്ല. സത്യം വെക്കാവില്ല. കറക്റ്റ് സമയത്ത് അടിച്ചു വെക്കാവില്ല. ടാബിലാണ് കളിക്കണം. ടാബി കളിക്കല്ലേ, ടാബ് ഞാൻ മറ്റേ അക്കൗണ്ടിൽ ടാബിൽ കളിക്കും. ഇത് ഫോണിൽ കളിക്കും.
എനിക്ക് കളിക്കാൻ അറിയാവോ ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ? താരതമ്യം ഭയങ്കര പാടാണ്. ഇങ്ങനെ ആ നോട്ടത്തിലൂടെ ഷോർട്ട് നിക്കാൻ പറ്റില്ല, ലോങ് നിക്കാൻ പറ്റില്ല, ഒന്നും നിക്കാൻ പറ്റാത്ത അവസ്ഥ. ഇടിയുടെ കാലാവരേക്ക് ഞാൻ ബാക്കിൽ കൂടെ പോയി കുത്താനാണ് നമ്മളെ പരിപാടി. കുത്താൻ പോയി നടക്കില്ല. ടച്ച് വർക്കാത്തോണ്ട് ഇനി എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. നിന്നെങ്ങനെ അടിച്ചു എന്നെ ഉൾപ്പക്കറി ടച്ച് ചേർക്കാൻ വേണ്ടി 106 ഡാമോ ചേട്ടാ ചേട്ടാ അടിക്കണമെന്ന് പറഞ്ഞു. WSP ആണോ? WSP ഒറൗണ്ടെങ്കിൽ ഒറൗണ്ട് എടുക്കാം. നോക്കോട്ട് അടിച്ചിട്ട് ടാബില് വരാം. ബാക്ക് വല്ല അടിച്ചാലേ പോണ കേഴേ ബാക്ക് അടിക്കില്ലേ? ബാക്ക് അടിച്ചാൽ ഈ കളി തന്നെ ബാക്ക്. അങ്ങനെ ഉണ്ടല്ലേ മൊത്തം ടാബിലാണ് വെച്ചത്. എല്ലാണോ കിട്ടാൻ കളി എത്തിയാലും കളി എടുക്കാൻ പറ്റില്ല. അത്രേ ഉള്ളു. ഈ കളി നീക്കം എടുക്കാം കുഞ്ഞു മക്കളെ. രൂപ കുത്തി പിഴടാ, കുത്തറ അത്രേ ഉള്ളു. ഒരാളും കൂടെ ഉള്ളു. ഒരാള് ചത്ത് ഇനി കളിയിൽ 1v4 1v1 അടിക്കുന്ന ആളെ ഉൾപ്പകരച്ച് കുത്തറ കിട്ടിയ കളിയായിരുന്നു. കളി തകത്തക കളി തകത്തക ചേട്ടനോട് ചുമ്മാ നമ്മളെ 1v2 വിളിച്ചത്. ചുമ്മാ വിളിച്ചല്ലല്ലോ, വിളിച്ചല്ലോ എന്തായി കേക്കുന്നില്ലല്ലേ? ഉൾപ്പകരനെ ഹാമർ അടിച്ച് ഉൾപ്പകരനെ ഹാമർ അടിച്ചാ കില്ല് വേണ്ടേ? ഇല്ല സാഞ്ചിയുടെ ഇല്ല. സാഞ്ചിയുടെ ഇല്ല, സാഞ്ചിയുടെ പറഞ്ഞു ഒരു ഗോള് ഉച്ച കൊടുക്ക. ഉച്ചയുടെ നിന്റെ ഒരു രൂപാളെ ഉള്ളെങ്കിൽ ആ ഒറ്റ രൂപാളം കൊടുത്തോ, കുഴപ്പമൊന്നുമില്ല. ഞാൻ ചാവത്തിൽറാ, ചാവാനായിട്ട് വന്നവനല്ലറാ ഞാൻ. ചത്ത് സ്വപ്നം കണ്ടതെല്ലാം അടിന്നല്ലേ. ഇനി കളിയെടുക്കാണ്ട് ഞാനും സുൽത്താനും ഞാനും ഓറാ പാർന്നു. നോട്ടെക്സിനെ കൊന്ന സീനി എല്ലാം ഞാൻ പ്ലെയർ ആയിരുന്നു, അതുകൊണ്ട് ചത്തു. കളി എടുക്കണം. ഈ കളി എടുക്കണം. കളിയെങ്കിലും എടുക്കണേ. അയ്യോ ചത്ത്. ചത്ത് ഡാമേ 24 അത്രേ ഉള്ളൂ. നൂബ് എന്തോ ചെയ്യാനാണ്? ഞാൻ നിനക്ക് വിട്ട് തന്നേക്കുന്നു നോട്ടെക്സിനെ. ഒരു കളി നോട്ടെക്സിനെ കൊണ്ടിട്ട് ഞാൻ കളി മൊത്തം ബഗ്ഗായി. ഒന്ന് ബാക്ക് വരാം. കളിക്കലും